ഒരിക്കൽ ശ്രീരാമ ലക്ഷ്മണന്മാർ വിശ്വാമിത്രർക്കൊപ്പം വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട പർണശാല കാണുന്നു. ശ്രീരാമൻ കൂടെയുള്ള വിശ്വാമിത്രനോട് ചോദിച്ചു, ഗുരുവേ, ഇവിടെ ഋഷിമാരാരും താമസമില്ലേ? വിശ്വാമിത്രർ പറഞ്ഞു, ഇത് ഗൗതമ മുനിയുടെ പർണശാലയാണ്. അദ്ദേഹം ഇതിവിടെ ഉപേക്ഷിച്ച് പോയതാണ്. ആ പർണശാലയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പത്നിയുണ്ട്, ഇപ്പോഴും ഒരു കല്ലിന്റെ രൂപത്തിൽ. എന്താണ് അവരുടെ പേര്? കല്ലായി മാറാൻ എന്താണ് കാരണം? ശ്രീരാമൻ ആകാംക്ഷയോടെ ചോദിച്ചു. വിശ്വാമിത്രൻ കഥ പറയാൻ തുടങ്ങി. അഹല്യ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ പിറന്ന സുന്ദരി. അവളേക്കാൾ സൗന്ദര്യം വേറൊരു സ്ത്രീയിലും ഇല്ലത്രേ. കുഞ്ഞായിരുന്ന അഹല്യയെ ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ അന്തേവാസിയായി ബ്രഹ്മാവ് പറഞ്ഞയക്കുന്നു. അഹല്യയെ വേണ്ട വിധം പരിചരിച്ചു. അഹല്യ വളർന്നു യുവതിയായി. അഹല്യയുടെ വിനയവും സൽ സ്വഭാവവും കണ്ട ഗൗതമ മുനിക്ക് അവളോട് പ്രണയം തോന്നുന്നു. ബ്രഹ്മാവ് ഇത് മനസ്സിലാക്കുന്നു. ഇതേ സമയം അഹല്യയുടെ സൗന്ദര്യം കണ്ട ദേവന്മാരുടെ ദേവനായ ഇന്ദ്രനും അവളോട് പ്രണയം തോന്നുന്നു. അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവൾ യുവതിയായപ്പോൾ ഗൗതമ മുനി അവളെ ബ്രഹ്മാവിന് തിരിച്ചേൽപ്പിച്ചു. ഗൗതമ മുനിയുടെ മഹത്വം കണ്ട ബ്രഹ്മാവ് ഗൗതമ മുനിയെ കൊണ്ട് തന്നെ അഹല്യയെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ ദിവ്യ സൗന്ദര്യം ദേവന്മാരെയും അസുരന്മാരെയും ഒരുപോലെ ശ്രദ്ധയാകർഷിച്ച് കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, ജീവിതാവസാനം വരെ ഈ യൗവനവും സൗന്ദര്യവും ഉണ്ടാകുമെന്ന വരവും അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ബ്രഹ്മാവ് അവളുടെ വരനെ കണ്ടെത്താനായി ഒരു പരീക്ഷ വെക്കുന്നു. ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് ആദ്യം എത്തുന്ന ആൾക്ക് അവളെ സ്വന്തമാകും എന്നതാണ് യോഗ്യതാ മത്സരം. ദേവന്മാരും അസുരന്മാരും യാത്ര തുടങ്ങി. അതേസമയം തന്റെ ആശ്രമത്തിലെത്തിയ ഗൗതമ മുനി ദിവ്യ പശുവായ കാമധേനു പ്രസവിച്ചത് കാണുന്നു. ആദരവോടെ പശുവിനെയും ശിവലിംഗത്തെയും വണങ്ങി പ്രദക്ഷിണം ചെയ്യുന്നു. പ്രസവിച്ച പശു ഭൂമിക്ക് തുല്യമാണെന്നും അതിനെ വലം വെച്ചാൽ ഭൂമിയെ വലം വെച്ചതിന് തുല്യമാണെന്നും അറിയാവുന്ന ബ്രഹ്മാവ് സന്തുഷ്ടനായി. അങ്ങനെ അഹല്യയുടെയും ഗൗതമന്റെയും വിവാഹം നടന്നു. ദേവാസുരന്മാർക്ക് അസൂയയായി. എന്നാൽ ഇന്ദ്രൻ അപ്പോഴും അവളെ മറക്കാനായില്ല. അവളെ പിന്തുടർന്നു. അങ്ങനെ ഗൗതമ മുനിയും അഹല്യയും പർണശാല കെട്ടി ജീവിതം ആരംഭിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗൗതമ മുനി ബ്രഹ്മചര്യവ്രതം തുടങ്ങുന്നു. അഹല്യയെ ശ്രദ്ധിക്കാതാകുന്നു. ഈ തക്കം മുതലാക്കാൻ ഇന്ദ്രൻ തീരുമാനിക്കുന്നു. ഗൗതമ മുനി പർണശാലയിൽ ഇല്ലാത്ത തക്കം നോക്കി ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷത്തിൽ പർണശാലയിൽ എത്തുന്നു. എന്നാൽ പാതിവ്രത്യത്തിന്റെ ശക്തിയാൽ മുന്നിൽ നിൽക്കുന്നത് തന്റെ പതിയല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ദേവേന്ദ്രൻ കുറ്റസമ്മതം നടത്തി. അഹല്യേ, ഞാൻ ദേവേന്ദ്രനാണ്. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. നീ എന്റേതാകാമോ? അവൾ ശക്തമായി എതിർത്തു. എന്നാൽ ഇന്ദ്രൻ അവളെ കൂടുതൽ വശീകരിച്ചു. അവളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചു. മധുരമുള്ള വാക്കുകൾ പറഞ്ഞു. തന്റെ ഭർത്താവിനേക്കാൾ തന്നെ സ്നേഹിക്കുന്ന ഇന്ദ്രന് മുന്നിൽ ഒരു നിമിഷം അവൾ പതറിപ്പോകുന്നു. അങ്ങനെ അവളുടെ പാതിവ്രത്യം നഷ്ടപ്പെടുന്നു. ഭർത്താവ് വരുന്നതിന് മുമ്പ് അവിടുന്ന് പോകാൻ അഹല്യ അപേക്ഷിക്കുന്നു. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഇന്ദ്രന് മുന്നിലേക്ക് ഗൗതമ മുനി എത്തുന്നു. മുനി ആളിക്കത്തി. മുനി ദിവ്യദൃഷ്ടിയിൽ എല്ലാം മനസ്സിലാക്കി. ഇന്ദ്രനെ ശപിച്ചു. എന്റെ ഭാര്യയെ ചതിച്ച നീ ഷണ്ഡനാകട്ടെ. നിന്റെ ശരീരം മുഴുവൻ 1000 യോനികളായി നിറയട്ടെ. ഇന്ദ്രൻ കേണപേക്ഷിച്ചു. ഞാൻ നിന്റെ ഭാര്യയെ ബലാത്കാരമായി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകും? അഹല്യയുടെ കണ്ണ് നിറഞ്ഞു. അവൾ ഗൗതമ മുനിയുടെ കാൽ പിടിച്ചു കരഞ്ഞു. എന്നെ ചതിച്ച നീ കല്ലായി മാറട്ടെ. ഗൗതമ മുനി അവളെ ശപിച്ച് ഹിമാലയത്തിലേക്ക് പോയി. ശേഷം ഇന്ദ്രൻ തന്റെ ശാപമോക്ഷത്തിനായി ശിവനെ പ്രാർത്ഥിച്ചു. 1000 യോനികൾ 1000 കണ്ണിന്റെ രൂപമാക്കി ശിവഭഗവാൻ മാറ്റി. എന്നാൽ അന്നു മുതൽ അഹല്യ ആ പർണശാലയിൽ ഒറ്റയ്ക്കാണ്, ശിലയുടെ രൂപത്തിൽ. അവൾ ചെയ്ത തെറ്റ് ഓർത്തോർത്ത് പശ്ചാത്തപിച്ച് അവൾ മോക്ഷപ്രാപ്തിക്കായി കാത്തിരിക്കുകയാണ്. അങ്ങനെ 1000 വർഷങ്ങൾ കഴിഞ്ഞു. വിശ്വാമിത്രൻ കഥ പറഞ്ഞു നിർത്തി. ശ്രീരാമന്റെ കണ്ണു നിറഞ്ഞു. ശ്രീരാമൻ പർണശാലയ്ക്ക് ഉള്ളിലേക്ക് നടന്നു. അഹല്യയുടെ ശിലയിൽ ശ്രീരാമ ഭഗവാന്റെ പാദം തട്ടി. പർണശാല മൊത്തം പ്രകാശം നിറഞ്ഞു. ശ്രീരാമൻ നോക്കുമ്പോൾ അഹല്യ മുന്നിൽ നിൽക്കുന്നു. അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ ഭഗവാന്റെ സ്പർശത്താൽ പുണ്യമായിരിക്കുന്നു. അഹല്യ കരഞ്ഞു പറഞ്ഞു, അനുഗ്രഹിക്കൂ ഭഗവാനെ. ഭഗവാൻ അവളോട് ക്ഷമിച്ചിരിക്കുന്നു.